നന്മസ്വരൂപനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിൽ ഏവർക്കും വീണ്ടും സ്നേഹവന്ദനം. റോമാലേഖന പഠനം. ഈ പഠന പരമ്പരയുടെ 92ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. റോമർക്കെതി ലേഖനം. ഈ അധ്യായത്തിൻ്റെ 5ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ 5ാം അധ്യായത്തിൽ നാം പ്രവേശിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം ദൈവജനത്തിനായി അവതരിപ്പിക്കപ്പെടുന്ന ഈ പുസ്തകത്തിൽ നാം ഈ 5ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിൽ കയറി ചെന്ന് നിൽക്കുവാൻ യോഗ്യത പ്രാപിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ നിന്നുള്ള നീതീകരണം അനുഭവിക്കാൻ കൃപ ലഭിച്ച ദൈവജനം എന്തൊക്കെ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളാണ് അനുഭവിക്കുന്നത്, ഒരുക്കപ്പെട്ടിരിക്കുന്നത്? ഇതാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയം. ആദ്യത്തെ 11 വാക്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയെ വിവരിക്കുകയാണ്. 3ാം അധ്യായത്തിൻ്റെ 21 മുതൽ 4ാം അധ്യായത്തിൻ്റെ 25 വരെ പൗലോസ് വളരെ വ്യക്തമായി തിരുവെഴുത്തുകളെ ന്യായത്തോടും കൂടി വ്യക്തമായി അവതരിപ്പിച്ചു. നീതീകരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസം. കർത്താവ് യേശുക്രിസ്തുവിനെ അകൃത്യത്തിനായി ഏൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു, ആ യേശുവിനെ അപ്രകാരം ഉയർപ്പിച്ച ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ക്രിസ്തു എന്നെ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, അതാണ് നമ്മുടെ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഈ 11 വാക്യത്തിൽ വളരെ സുപ്രധാനമായ ചില പാഠങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. മക്കളെ പഠിപ്പിക്കേണ്ട പാഠങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് യഥാർത്ഥ സമാധാനമെന്ന് പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, സംഘർഷങ്ങളും വഴക്കുകളും പിണക്കങ്ങളും ഒന്നുമില്ലാത്ത അന്തരീക്ഷത്തിലുണ്ടാകുന്നതല്ല യഥാർത്ഥ സമാധാനം. യഥാർത്ഥത്തിൽ സമാധാനമെന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ്. ഈ അധ്യായത്തിൻ്റെ 1ാം വാക്യം ഒന്ന് വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം ഇതിനു മുമ്പിൽ പറഞ്ഞതായ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം അവതരിപ്പിക്കുന്നത്. ബൈബിൾ എഴുതപ്പെട്ട സമയത്ത് അധ്യായങ്ങളോ ഈ വാക്യത്തിൻ്റെ നമ്പറുകളോ ഉണ്ടായിരുന്നില്ല. ഇപ്പം ദൈവത്തോട് സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തത്വപരമായി നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് മാത്രം അറിയുന്നൊരു അനുഭവം എന്ന നിലയിലല്ല. ഇത് വസ്തുതാപരമായ, വസ്തുനിഷ്ഠമായൊരു സത്യമാണ്. ഇത് വസ്തുതയാണ്. ദൈവത്തോടുള്ള സമാധാനം. നാം നീതീകരിക്കപ്പെട്ടു, ദൈവത്തോടുള്ള നിരപ്പിലെത്തി. ഈ അധ്യായത്തിൻ്റെ 10ഉം 11 വാക്യങ്ങൾ നോക്കിയാൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രത്തിൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്തു. നാം നിരപ്പ് പ്രാപിച്ചു. നാം ഇനി ദൈവത്തിൻ്റെ ശത്രുക്കളല്ല, നാം അവൻ്റെ സുഹൃത്തുക്കളായി മാറി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കർത്താവ് യേശുവിലുള്ള വിശ്വാസത്തിൽ കയറിച്ചെന്ന് നിൽക്കുവാൻ കൃപ ലഭിച്ച ഓരോ ദൈവ പൈതലും ദൈവത്തിൻ്റെ സുഹൃത്തുക്കളാണ്. ശത്രുത മാറി, യുദ്ധം അവസാനിച്ചു, പോരാട്ടം അവസാനിച്ചു, സമാധാന ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തോട് സമാധാനം. ഇപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് വളരെ ഉന്നതമായൊരു സത്യമാണ്. മാനുഷിക ചിന്തകൾക്കും അതീതമാണ്. സകല ബുദ്ധിയെയും കവിയുന്നതാണെന്ന് പൗലോസിൻ്റെ വാക്ക്. ഫിലിപ്പ് ലേഖനം 4:7 എല്ലാ ചിന്താകുലങ്ങളും ഭാരങ്ങളും കർത്താവിനെ അറിയിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടുകൂടി എല്ലാം അപേക്ഷിച്ച് കഴിഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്നു. കാരണം ബുദ്ധി മണ്ഡലത്തിൽ നമ്മുടെ ബുദ്ധികളാൽ കഴിവുകളാലും മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമായ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തോടുള്ള സമാധാനത്തിൻ്റെ ഫലമാണ് ദൈവത്തിൽ നിന്നുള്ള സമാധാനം, അഥവാ ദൈവത്തിൻ്റെ സമാധാനം. അവിടെ ഫിലിപ്പിലേക്ക് വ്യക്തമായി പറയുന്ന അതിൻ്റെ 4ാം അധ്യായത്തിൻ്റെ 7ാം വാക്യത്തിൽ ആ വേദഭാഗം ഒന്ന് വായിച്ച് കേട്ടാൽ ഇത് ഇപ്രകാരമാണ് അവിടെ പറയുന്നത്. 4ാം അധ്യായത്തിൻ്റെ 7ാം വാക്യത്തിൽ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതാണ് വാഗ്ദാനം. അപ്പോൾ ഈ സമാധാനം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായതിന് ശേഷം ലഭിക്കുന്നൊരവസ്ഥയല്ല.
എല്ലാം ശരിയാകട്ടെ, അപ്പോൾ സമാധാനം ഉണ്ടാകും എന്നതല്ല. ലോകത്തിൽ ഒരിക്കലും ഒന്നും ശരിയാകില്ല. ഇത് വെറും വൈകാരികമായൊരു തൃപ്തിയുടെ അനുഭവമല്ല ഈ സമാധാനം. ഈ സമാധാനത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധം നിരപ്പിലായതിൻ്റെ ഫലമാണ്. ദൈവത്തിലുള്ള ബന്ധം നിരപ്പിലാകണം. പാപങ്ങളും അകൃത്യങ്ങളും തിന്മകളും തെറ്റുകളും ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് നിരപ്പിലെത്തണം. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. ദൈവമുള്ള ബന്ധം നിരപ്പാകണം. അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ സന്തോഷം, ഈ സമാധാനം. അപ്പോൾ ആ നിരപ്പിലെത്തിക്കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാകും. നമ്മുടെ ബാഹ്യമായ സാഹചര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതല്ല ഈ സമാധാനം. റോമലേഖനം 5:3-4 വാക്യങ്ങളിൽ പറയുന്നത് അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ കഷ്ടതയും ദുഃഖവും നിരാശയും തളർച്ചയും വേദനയും സങ്കടവുമൊക്കെ നൽകുന്നതാണ്. അതൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ പോലും നാം ദൈവസമാധാനം അനുഭവിക്കും. നാം ദൈവമക്കളാണെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധം നേരെയാണെങ്കിൽ. ഇത് ഒരു പക്ഷേ ക്രിസ്ത്യാനി എന്ന്, പുതിയമ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തോടുള്ള സമാധാന ബന്ധത്തിൽ പ്രവേശിച്ചിട്ടില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ സമാധാനം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ പ്രശ്നമാണ് ദൈവ സമാധാനം കിട്ടാത്തത്. ഇപ്പോൾ ദൈവത്തോടുള്ള ഈ സമാധാനം കർത്താവ് യേശു മൂലമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. ഇപ്പോൾ ദൈവത്തോടുള്ള സമാധാനം സാധ്യമാകുന്നതിനാണ് ക്രിസ്തു ക്രൂസിൽ മരിച്ച് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത്. പിതാവ് ദൈവത്തോട് നിരപ്പിച്ച അതിൻ്റെ 6-8 വരെ റോമർ 5 നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണമാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവാണ് ദൈവത്തോട് നമ്മെ നിരപ്പിച്ചുകൊണ്ട് ഈ സമാധാനത്തിന് വഴി തുറന്നത്. ഇപ്പോൾ റോമലേഖനം 5-ാം ആദ്യത്തെ 11 വാക്യങ്ങളൊന്ന് കണ്ണോടിച്ചാൽ വ്യക്തമായി കാണാൻ സാധിക്കും. ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം ക്രിസ്തു മൂലമാണ്, ക്രിസ്തു മുഖാന്തരമാണ്. അത് 1-ാം വാക്യത്തിലും 2-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലുമൊക്കെ ക്രിസ്തു മുഖാന്തരമെന്ന് കാണാം. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ് അടിസ്ഥാനം. ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പ്, രക്ഷാനിർണയത്തിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. അതിൻ്റെ വ്യക്തിപരമായ അനുഭവം, വിശ്വാസത്തിലുള്ള നീതീകരണത്തിൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് ദൈവത്തോടുള്ള സമാധാനം. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ സകലത്തിനും മീതെയുള്ള ഒരു സന്തോഷമാണ്. അതൊരു വിശ്വാസിയുടെ ഹൃദയത്തിലുള്ളതാണ്. കാരണം ആ വിശ്വാസിക്ക് നന്നായിട്ടറിയാം ഞാനും ദൈവവും തമ്മിൽ ഇപ്പം നിരപ്പിലാണ്, ദൈവത്തിലുള്ള ബന്ധത്തിലാണ്. ഒരിക്കൽ ഞാൻ ദൈവത്തോട് യുദ്ധത്തിലായിരുന്നു, സംഘർഷത്തിലായിരുന്നു. ഇത് അവസാനിച്ചു. ദൈവം മുഖം തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയുണ്ടായി. കാരണം എൻ്റെ തിന്മയും അകൃത്യവും പാപവും നിമിത്തം അത് അവസാനിച്ചു. സമാധാന ഉടമ്പടി നേരത്തെ പറഞ്ഞ ഒപ്പിട്ടു. യെശയ്യാ 59:1-2 വാക്കിൽ പ്രവാചകൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൈ കുറുകിയതല്ല, അവൻ്റെ ചെവി മന്ദമായതല്ല. നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും അത്രയും ദൈവത്തിൻ്റെ മുഖം തിരിഞ്ഞു പോകാൻ ഇടയായത്. എഫേസ്യർ 2:1-7 വരെ അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മൾ, ലോകത്തിൻ്റെ അധികാരിയുടെ കൈകളിൽ പിടിക്കപ്പെട്ടിരുന്നതായി നമ്മൾ. പക്ഷെ കർത്താവിൻ്റെ കരുണയും സ്നേഹവും കൃപയും നമ്മുടെ മേൽ ഉദിച്ചപ്പോൾ, നാം ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-7 വരെ ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിൻ്റെ പുസ്തകത്തിലും പറഞ്ഞത്. നാം നീതിപ്രവർത്തികളാലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച്. മുമ്പേ നാം ബുദ്ധികെട്ടവരും മനസ്സിലമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. ഇതാ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവർത്തികളല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ നാം നീതീകരിക്കപ്പെട്ടത് കർമ്മമാർഗത്തില സൽപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, കൃപയാലാണ്. അത് വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത് യോഹന്നാൻ 3:36 പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ ദൈവക്രോധം വസിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിലാണ് യഥാർത്ഥമായ വസ്തുതാപരമായ ഒരു ബന്ധത്തിൻ്റെ മാറ്റം അനുഭവിച്ചത്. അങ്ങനെയാണ് ജീവനുള്ള സത്യദൈവമായ ഒരു ബന്ധത്തിൽ പ്രവേശിച്ചത്. ക്രിസ്തുവിൽ വരണം. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ അനേകർക്ക് ഈ ഒരു വിഷയം അറിയില്ല.
അവർ ക്രിസ്തുവിനെക്കുറിച്ച് പറയും, പ്രസംഗിക്കും, പാട്ടുപാടും, പാട്ടെഴുതും, ദൈവമക്കളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കും, പ്രാർത്ഥിക്കും, ദൈവമക്കൾ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയിരിക്കും. പക്ഷെ ക്രിസ്തുവിൽ ഇതുവരെ എത്തിയിട്ടില്ല. നിക്കോദെമസിനെ പോലെ പുറത്ത് നിൽക്കുകയാണ്, ക്രിസ്തുവിലേക്ക് ചേർന്നിട്ടില്ല. ക്രിസ്തുവിൻ്റെ മരണമടക്കം എന്ന അവസ്ഥയോട് അനുസരണം കാണിച്ച ആ സുവിശേഷത്തെ അനുസരിച്ച് ക്രിസ്തുവിൽ വന്നിട്ടില്ല. ക്രിസ്തുവിൽ വന്നാൽ മാത്രമേ ദൈവവുമായുള്ള ബന്ധമുണ്ടാവുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് വാതോരാതെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർക്ക് ആ ബന്ധമില്ല. ക്രിസ്തുവിനെക്കുറിച്ച് പാടുന്നവർക്കും, പാട്ട് എഴുതുന്നവർക്കും, പുസ്തകം എഴുതുന്നവർക്കും, നീണ്ടകഥ എഴുതുന്നവർക്കും, എന്ത് തന്നെ എഴുതി കൂട്ടിയാലും, എന്തെല്ലാം പ്രസംഗിച്ചാലും ക്രിസ്തുവിൽ വരാതെ ദൈവമായുള്ള ബന്ധം സാധ്യമല്ല. ക്രിസ്തുവിനെക്കുറിച്ചൊക്കെ പലതും പറയാൻ കഴിയും നമുക്ക് കിട്ടുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ. പുസ്തകങ്ങൾ വായിച്ച്, ബൈബിൾ വായിച്ച് തന്നെ പലതും പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. ക്രിസ്തു ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തിന്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ വരെ ചെയ്ത കൂട്ടരുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാണ് യേശു ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അതിന് പകരം നിങ്ങൾ പ്രവർത്തിക്കുന്ന അധർമ്മമാണ്, നിങ്ങളെ പ്രവർത്തിക്കുന്ന ശക്തി എൻ്റെ ശക്തിയല്ല. ആ ഒരവസ്ഥ വരെ ഈ ലോകത്തിലുണ്ട്, ആത്മീയഗോളത്തിൽ. ഇപ്പം ക്രിസ്തുവിൽ വരണം. ക്രിസ്തുവിൽ വരുമ്പോഴാണ് ദൈവികമായ ശിക്ഷാവിധി നീങ്ങിപ്പോയത്, നമ്മുടെ കുറ്റബോധം മാറിയത്. ദൈവമക്കളായി നമ്മൾ ആ ശിക്ഷാവിധിയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞ, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ വിശ്വാസികളല്ലാത്തവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിച്ചത് ക്രിസ്തുവിൽ വന്നപ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് ഈ സമാധാനം കിട്ടിയത്, ദൈവത്തിലുള്ള സമാധാനം. ഈ സമാധാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധിക്ക് അതീതമാണ്, പക്ഷേ എന്നാലും നമുക്കറിയാം സമാധാനം. നമ്മുടെ ബന്ധം നേരെയായത് ഒരു വീട്ടിനകത്തായാലും, ഭാര്യ ഭർത്താവ് അപ്പനും മക്കളുമായാലും പ്രശ്നങ്ങളുണ്ടായി, വഴക്കുണ്ടായി, പരിഹരിച്ച് രമ്യപ്പെട്ടതിന് ശേഷം ഒരു സമാധാന ബന്ധത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ അനുഭവം നമുക്കറിയാം. നമ്മളിപ്പോൾ സമാധാനത്തിലാണ്, വിട്ടുവീഴ്ചകൾ ചെയ്യും, മറ്റൊരു ശ്രേഷ്ഠരായിട്ടാണ്. ഇപ്പോൾ ക്രിസ്തു നമ്മുടെ ധാർമ്മിക പ്രവർത്തനങ്ങളല്ല, മതപരമായിട്ടുള്ള സ്വന്തം നീതിക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളല്ല, സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളുമല്ല, ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. വചനത്തിൽ അടിസ്ഥാനപരമായി എടുത്തു പറയുന്ന സത്യം, ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ഇത് നമ്മുടെ അധ്വാനമല്ല, ഇത് ക്രിസ്തുവിലായതിൻ്റെ അനുഗ്രഹമാണ്, സ്വാധീനമാണ്. ഇതൊരു സമ്മാനമായി പ്രതിഫലമായി കിട്ടിയതല്ല, ഇത് ദാനമാണ്. ഇത് നമ്മിലല്ല, രക്ഷകനിലാണ്. റോമർ 8:1 ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. യോഹന്നാൻ 5:24 സുവിശേഷത്തിൽ ഇപ്രകാരം കാണാൻ കഴിയും. യോഹന്നാൻ 5:24 ഇവിടെ ഇപ്രകാരമാണ് സുവിശേഷകനായ യോഹന്നാൻ അവതരിപ്പിച്ചത്. ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന Efesiയർ 2:14 കാണാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. യെശയ്യാപ്രവചനൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്കൊരു ശിക്ഷ നൽകപ്പെട്ടു. അവിടെ വ്യക്തമായി യെശയ്യാവിൻ്റെ 9:6 ഇങ്ങനെ പറയും, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുക, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. മീക്കയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. മീക്ക പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവിടെ മീക്ക വ്യക്തമായിട്ട് ഈ സത്യം തന്നെ പറയും. മീക്ക 5:5 അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ സമാധാനം, ക്രിസ്തുവിലുള്ള ഈ സമാധാനം. അത് വളരെ സത്യമാണ്. ക്രിസ്തുവിൽ മാത്രമാണ് ഈ സമാധാനം നമുക്കുള്ളത്. വേറെ ഒരിടത്തും നമുക്ക് ഈ സമാധാനം ലഭിക്കുവാൻ വഴിയില്ല. മീക്കയുടെ പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം. അവൻ സമാധാനമാകും. അശ്ശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മനുഷ്യ പ്രഭുക്കന്മാരെയും നിരത്തും. അവൻ നമ്മുടെ സമാധാനം. യോഹന്നാൻ 14:27 ക്രിസ്തു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. യോഹന്നാൻ 16:23 ലോകത്തിന് കഷ്ടമുണ്ട്, ഇതിൽ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. ഫിലിപ്പിലേഖനം 4:4-7 നമ്മൾ വായിച്ചപ്പോൾ കേട്ടു. ദൈവ സമാധാനം നമ്മുടെ ഹൃദയത്തെ നിലവുകളെയും കാക്കും. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് ദൈവത്തോട് സമാധാനം. ആ സമാധാനത്തെ അനുഭവമായിട്ട് ഫലമായിട്ട് ദൈവ സമാധാനം കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ദിവസം തുടരാം. റോമർ 5-ാം അധ്യായം 2-ാം വാക്യം. നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്തിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നാം കൃപയിലാണ് നിൽക്കുന്നത്. പൗലോസിൻ്റെ മുഖാന്തരമെന്ന ആ ഒരു രീതി വീണ്ടും തുടരുകയാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം
ക്രിസ്തു മൂലമാണെല്ലാം, ക്രിസ്തുവിലാണെല്ലാം. അവൻ മൂലം പ്രവേശനം ലഭിക്കും. പ്രവേശനം എന്ന വാക്ക് ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്, നമ്മളെ പരിചയപ്പെടുത്തുന്ന പോലെ. ഇപ്പം ഒരു വിധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടു ചെന്നിട്ട് പിതാവിനെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പിതാവിനെ നമ്മെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തൻ്റെ സുഹൃത്തെന്ന പോലെ. ഇപ്പം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഇപ്പം നാം ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണിത്. ഇത് സാധാരണ രീതിയിൽ കൃപ എന്ന വാക്ക്, കാരീസ് എന്ന യവന വാക്ക് ഉപയോഗിക്കുന്ന രീതിയിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്ത കൃപ എന്ന് പറയാൻ പാപത്തിൽ കിടക്കാൻ നമുക്ക് രക്ഷിക്കപ്പെടാൻ വേണ്ടി ആവശ്യമായിരിക്കുന്ന ഒരു അനുഗ്രഹം എന്ന നിലയിൽ, അർഹതയില്ലാത്തൊരു ദാനം എന്ന നിലയിലാണ് കൃപ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ കൃപ എന്ന വാക്ക് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? കൃപയുടെ പ്രതലം, സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ അവസ്ഥയിലേക്ക് നമ്മെ, നീതീകരിക്കപ്പെട്ട നമ്മെ പരിചയപ്പെടുത്തുകയാണ്. കൃപ വീഴുന്ന പ്രതലം, ദൈവപ്രസാദം ലഭിക്കുന്ന ഇടം, ആ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. ഒരു കാര്യം പറഞ്ഞ് നിർത്തട്ടെ. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല നമുക്ക് കൃപ വേണ്ടത്. നമുക്കറിയാം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസമല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി മാത്രമല്ല കൃപ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് ജീവിക്കണമെങ്കിലും കൃപ അത്യന്താപേക്ഷിതമാണ്. കൃപയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കൃപയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കൃപ നേടിയെടുക്കാൻ പറ്റില്ല. നമുക്ക് കൃപ അധ്വാന ഫലമല്ല. നമ്മുടെ ദൈനംദിന ജീവിതവും നയിക്കപ്പെടേണ്ടത് ദൈവകൃപയാലാണ്. നാം പലപ്പോഴും പാപത്തിലകപ്പെടുമ്പോൾ നമ്മൾ പാപങ്ങൾക്ക് മോചനം കിട്ടുന്നത് ഈ കൃപയാലാണ്. ഓരോ ദിവസത്തെ ജീവിതവും ജീവിക്കാനുള്ള ബലവും കൃപ തരുന്നതാണ്. ഒരു എഴുത്തുകാരൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി, കൃപയാണ് എന്നെ ഇതുവരെ നടത്തിയത്, ഇനി ഈ കൃപ എന്നെ ഭവനം വരെ എത്തിക്കും. അപ്പം ദൈവത്തോട് നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹീതമായൊരവസ്ഥയാണ് കൃപയിലേക്ക് പ്രവേശിച്ച്. രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന കൃപയെന്ന അർത്ഥത്തിലല്ല, നമ്മൾ പ്രവേശിക്കുന്ന കൃപയിലേക്കാണ്. കൃപയിലേക്ക് കർത്താവ് യേശു നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അവിടെ നമ്മൾ നിൽക്കുകയാണ്. അവിടെ നിൽക്കണം, തുടർച്ചയായിട്ട് നിൽക്കണം. ചില മനുഷ്യർ പൗലോസ് ഉദ്ദേശിക്കാത്തതിലപ്പുറം പറയാൻ ശ്രമിക്കും. അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് നാം നിൽക്കുന്ന കൃപയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വീഴില്ല, കൃപയിൽ നിന്നൊരിക്കലും വീണു പോകില്ല എന്നാണ് പൗലോസ് ഉദ്ദേശിച്ചത്. പൗലോസ് വളരെ ശക്തമായി ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ വ്യാഖ്യാനം തെറ്റായി അവതരിപ്പിക്കുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ക്രിസ്തുവിൽ വന്നതിന് ശേഷം ന്യായപ്രമാണത്തിലേക്കോ കർമ്മങ്ങളിലേക്കോ ആചാരങ്ങളിലേക്കോ മടങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ഗലാത്യർ 5-ന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞു, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കൃപയിൽ നിന്ന് വീഴുന്നൊരവസ്ഥയുണ്ട്. ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം ആചാര കർമ്മ വ്യവസ്ഥകളിലേക്ക്, നമ്മുടെ പ്രകടനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ കർത്താവ് നിവർത്തിച്ചതിലേക്ക് വീണ്ടും ചെന്ന് ഒരു വിധത്തിൽ കർത്താവ് കുഴിച്ചിട്ട് നമ്മൾ വീണ്ടും കുഴിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ, കർത്താവ് തേച്ച് മാച്ച് കളഞ്ഞിനെ വീണ്ടും നമ്മൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറയും, നിനക്കെന്തിനാ ഈ കൃപ? നീ നിൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നേടാൻ ഓടുന്ന ഓട്ടത്തിൽ എൻ്റെ കൃപ നിനക്ക് ആവശ്യമില്ല, എൻ്റെ സഹായം നിനക്ക് ആവശ്യമില്ല. നിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നേടാൻ പറ്റുമോ നോക്ക്. പറ്റില്ല. കാരണം നടക്കുന്ന മനുഷ്യന് അവൻ്റെ വഴി നേരെയാക്കാനുള്ള സ്വാധീനമില്ല. കൃപയിൽ നിന്ന് വീഴുന്നൊരവസ്ഥയുണ്ട്. അത് കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാം വാക്യം വായിച്ച് വെക്കാൻ അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് തന്നെ പറയും. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമ്മുടെ കഴിവിലല്ല നിൽക്കുന്നത്. വളരെ ഉന്നതമായ ഉദാത്തമായ അനുഗ്രഹമാണ്, തിരിച്ചറിവാണ്. അനേകരുടെ ധാരണ കൃപ എന്ന് പറയുമ്പോൾ രക്ഷയിടയ്ക്ക് വരാനുള്ളൊരു പടി മാത്രമാണ്. അല്ല, രക്ഷയ്ക്ക് വേണ്ടി കൃപ വേണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉണ്ട്, ഉദിച്ചു. പക്ഷേ രക്ഷിക്കപ്പെട്ട നിലയിൽ നിൽക്കണമെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന പരിചയപ്പെടുത്തിയ കൃപയുടെ ഇരിപ്പിടം, കൃപയുടെ സ്ഥലം, അതിൻ്റെ മുമ്പിൽ ജീവിക്കണം. കൃപയിലേക്ക് പ്രവേശിച്ചു. അതാണ് പൗലോസ് വ്യക്തമായി റോമലേഖനം 5-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറഞ്ഞത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കൃപയിലേക്ക് പ്രവേശനം. ഇപ്പോൾ എല്ലാ നിമിഷവും, എല്ലാ ദിവസവും, എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ ആവശ്യമാണ്. വളരെ വളരെ ശ്രേഷ്ഠമായൊരു സത്യമാണ്. തുടർന്നുള്ള ദിവസം നമുക്ക് പഠിക്കുന്നത് എല്ലാം ക്രിസ്തുവാണ് കാരണം. ക്രിസ്തു മൂലം, ക്രിസ്തുവിൽ ദൈവത്തോട് സമാധാനം, അതിൻ്റെ ഫലമായി ദൈവസമാധാനം, കൃപയിലേക്ക് പ്രവേശനം.
കൃപയിൽ നിൽക്കുന്നൊരനുഭവം. നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇത് ക്രിസ്തുവിൽ വരുന്നവർക്ക് മാത്രമുള്ളതാണ്. ഇത് ആർക്കെങ്കിലും ക്രിസ്തുവിൽ വന്നതിന് ശേഷവും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിന്നും മനസ്സിലായിട്ടില്ല, അതിൻ്റെ വില തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസങ്ങളിൽ. താങ്ക് യു.